ചിലപ്പോൾ രാത്രി വൈകി ഉറങ്ങാതെ എന്തൊക്കെയോ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കളിപ്പാട്ടം കിട്ടിയാൽ അത് പൊളിച്ച് അതിനുള്ളിൽ എന്താണെന്ന് നോക്കുന്ന, അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ വാചകങ്ങൾ സംസാരിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുമുണ്ടോ? മനഃശാസ്ത്രപരമായ വീക്ഷണത്തിൽ ഇത്തരക്കാരെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അഥവാ അപാരമായ ബുദ്ധിശക്തിയും ക്രിയേറ്റിവിറ്റിയുമുള്ള പ്രതിഭാശാലികളായ കുട്ടികൾ എന്ന് വിളിക്കുന്നു. ലോകത്തിലെ പ്രശസ്ത ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരുമെല്ലാം ചെറുപ്പത്തിൽ ഇത്തരത്തിൽ പ്രത്യേകതകൾ പ്രകടിപ്പിച്ചവരായിരുന്നു. എന്നാൽ വളരെ സങ്കടകരമായ ഒരു വസ്തുത എന്തെന്നാൽ, പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിയാൻ സാധിക്കാറില്ല എന്ന് മാത്രമല്ല, അവരുടെ അമിതമായ ചോദിക്കലുകളെ അടിയുണ്ടാക്കലോ കുസൃതിയോ പിടിവാശിയോ ശ്രദ്ധക്കുറവോ ആയി തെറ്റിദ്ധരിച്ച് ശാസിക്കുകയും അടക്കി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഒരു കുട്ടിയുടെ ഉയർന്ന ബുദ്ധിശക്തിയും ക്രിയേറ്റിവിറ്റിയും ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ചില്ലെങ്കിൽ അവരുടെ അപാരമായ കഴിവുകൾ അവിടെ വെച്ച് തന്നെ ഇല്ലാതായി പോകാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ പ്രതിഭയെ എങ്ങനെ തിരിച്ചറിയാം? ഒരു കുട്ടി പ്രതിഭാശാലിയാണോ എന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് അവരുടെ കുഞ്ഞുനാളിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 10 ആദ്യകാല ലക്ഷണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വിശദമായും ആഴത്തിലും വിശകലനം ചെയ്യുന്നത്. വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കുക. കാരണം ഇത് നിങ്ങളുടെ കുട്ടിയുടെ ജീവിതത്തെയും ഭാവിയെയും തന്നെ തിരുത്തി എഴുതിയേക്കാം. പ്രതിഭാശാലികളായ കുട്ടികളിൽ കണ്ടുവരുന്ന ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം അവരുടെ ഉയർന്ന നിരീക്ഷണ പാടവവും അതീവ ജാഗ്രതയുമാണ്. സാധാരണ കുട്ടികൾ തങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളോട് സാധാരണ രീതിയിൽ പ്രതികരിക്കാൻ മാസങ്ങളെടുക്കുമ്പോൾ, പ്രതിഭാശാലികളായ കുട്ടികൾ ജനിച്ച ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതീവ ജാഗ്രത അഥവാ ഹൈപ്പർ അലേർട്ട്നെസ് പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. ഇവരുടെ നാഡീവ്യൂഹം വളരെ പെട്ടെന്ന് ചുറ്റുപാടുകളിലെ ഏറ്റവും ചെറിയ മാറ്റങ്ങൾ പോലും ഗ്രഹിക്കാൻ പ്രാപ്തമായിരിക്കും. ഉദാഹരണത്തിന്, വീട്ടിലെ മുറിയിൽ സാധാരണ വെച്ചിരിക്കുന്ന ഒരു ചെറിയ വസ്തു എടുത്തു മാറ്റിയാൽ, അല്ലെങ്കിൽ പുതിയൊരു ചിത്രം ഭിത്തിയിൽ തൂക്കിയാൽ ഇവർ അത് പെട്ടെന്ന് ശ്രദ്ധിക്കുകയും അതിലേക്ക് സൂക്ഷിച്ചു നോക്കുകയും ചെയ്യും. ജനിച്ചു വീണ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആളുകളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാനും തങ്ങൾക്ക് ചുറ്റുമുള്ള പുതിയ ശബ്ദങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ തലയും കണ്ണുകളും വേഗത്തിൽ ചലിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നു. ഇതിലും രസകരമായ കാര്യമെന്തെന്നാൽ, മാതാപിതാക്കളുടെയോ ചുറ്റുമുള്ളവരുടെയോ മുഖഭാവത്തിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ, അതായത് അവരുടെ സന്തോഷമോ മാനസിക പിരിമുറുക്കമോ സങ്കടമോ ദേഷ്യമോ ഒക്കെ വളരെ വേഗത്തിൽ തിരിച്ചറിയാനും അതിനോട് അനുഭാവപൂർവ്വം പെട്ടെന്ന് പ്രതികരിക്കാനും ഇവർക്ക് അപാരമായ കഴിവുണ്ട്. ഇവർ കാണുന്ന കാഴ്ചകളെയും കേൾക്കുന്ന ശബ്ദങ്ങളെയും കേവലം കണ്ടുപോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് തങ്ങളുടെ തലച്ചോറിലേക്ക് കൃത്യമായി വിശകലനം ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചുറ്റുമുള്ള ഒരു ചെറിയ മാറ്റം പോലും ഇവരുടെ മൂർച്ചയുള്ള ശ്രദ്ധയിൽ പെടാതിരിക്കുകയില്ല എന്നത് തന്നെയാണ് ഇവരെ മറ്റു കുട്ടികളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്രപരമായ മുന്നറിയിപ്പ്. രണ്ടാമത്തെ പ്രധാന ലക്ഷണം വേഗത്തിലുള്ളതും സങ്കീർണവുമായ ഭാഷാവികാസമാണ്. സാധാരണ കുട്ടികളിൽ സംസാരിക്കാനുള്ള ശേഷി ഘട്ടം ഘട്ടമായി വികസിക്കുമ്പോൾ, പ്രതിഭാശാലികളായ കുട്ടികളിൽ തലച്ചോറിലെ ഭാഷാ നിയന്ത്രണ കേന്ദ്രങ്ങളായ വർണിക്കസ് ഏരിയ, ബ്രോക്കാസ് ഏരിയ എന്നിവ വളരെ വേഗത്തിൽ വികസിക്കുന്നു. ഇതിന്റെ ഫലമായി സാധാരണ കുട്ടികളെക്കാൾ വളരെ മുൻപേ തന്നെ ഇവർ പൂർണ്ണമായ വാചകങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു. സാധാരണയായി 1 വയസ്സോ 1.5 വയസ്സോ ഉള്ള കുട്ടികൾ അമ്മേ, അച്ഛ, പാൽ എന്നിങ്ങനെയുള്ള ഒറ്റ വാക്കുകൾ മാത്രം പറയുമ്പോൾ, ഗിഫ്റ്റഡായ കുട്ടികൾ 1.5 അല്ലെങ്കിൽ 2 വയസ്സാകുമ്പോഴേക്കും അമ്മേ, എനിക്ക് ആ പന്ത് എടുത്തു തരൂ, നമ്മൾ എന്ന് പുറത്തു പോകും എന്നിങ്ങനെ പൂർണ്ണമായ വാചകങ്ങൾ രൂപീകരിച്ച് സംസാരിക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. ഇതിലും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ, സങ്കീർണമായ വ്യാകരണ നിയമങ്ങൾ ആരും പ്രത്യേകമായി പഠിപ്പിക്കാതെ തന്നെ ഇവർ സ്വയം കേട്ട് മനസ്സിലാക്കി പ്രയോഗിക്കാൻ തുടങ്ങുന്നു. ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്ന വീടുകളിൽ ആ ഭാഷകളിലെ വാക്കുകൾ ഒരേ സമയം അനായാസം കേട്ട് പഠിച്ചെടുക്കാനും അവ തമ്മിൽ കൂട്ടിക്കലർത്താതെ കൃത്യമായി ഉപയോഗിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. വലിയ ആളുകൾ സംസാരിക്കുന്ന രീതിയും പദസമ്പത്തും ഇവർ വളരെ വേഗത്തിൽ നിരീക്ഷിച്ച് സ്വന്തം സംസാരത്തിൽ ഉൾപ്പെടുത്തുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ മുതിർന്നവരെ പോലെ സങ്കീർണമായ വാക്കുകൾ ഉപയോഗിച്ച് ഇവർ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഏതൊരാൾക്കും അത് വലിയൊരു അത്ഭുതമായി തോന്നും.
ഭാഷയോടുള്ള ഇവരുടെ അഗാധമായ താല്പര്യം പുതിയ വാക്കുകൾ വേഗത്തിൽ പഠിച്ചെടുക്കാനും തങ്ങളുടെ ചിന്തകളെയും ആവശ്യങ്ങളെയും തികച്ചും വ്യക്തതയോടെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ഇവരെ സഹായിക്കുന്നു. മൂന്നാമത്തെ ലക്ഷണം ഇവരുടെ അറ്റമില്ലാത്ത ജിജ്ഞാസയും സങ്കീർണമായ ചോദ്യങ്ങളുമാണ്. ഇത്തരം കുട്ടികളുടെ മനസ്സ് എപ്പോഴും പുതിയ പുതിയ അറിവുകൾക്കായി വിശന്നിരിക്കുന്ന ഒന്നാണ്. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഇന്റലക്ച്വൽ ടേസ്റ്റ് എന്ന് വിളിക്കുന്നു. ഭൗതിക ലോകത്തെക്കുറിച്ചും പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും അറിയാനുള്ള ഇവരുടെ ആഗ്രഹം സാധാരണ കുട്ടികളെക്കാൾ 10 ഇരട്ടിയാണ്. സാധാരണ കുട്ടികൾ ഇതെന്താണ് എന്ന് മാത്രം ചോദിച്ചു നിർത്തുമ്പോൾ ഗിഫ്റ്റഡ് കുട്ടികൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെയായി, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെയുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കും. ഉദാഹരണത്തിന്, എന്തുകൊണ്ട് ആകാശം നീലനിറമാകുന്നു, മരങ്ങളുടെ ഇലകൾ എന്തുകൊണ്ടാണ് പച്ചയായിരിക്കുന്നത്, സൂര്യൻ രാത്രി എങ്ങോട്ട് പോകുന്നു, മനുഷ്യൻ മരിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കും തുടങ്ങിയ ദാർശനികവും ശാസ്ത്രീയവുമായ വലിയ ചോദ്യങ്ങൾ ഇവർ അനായാസം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ഇവർ കേവലം കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ കളിപ്പാട്ടം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ അതഴിച്ച് പരിശോധിച്ച് നോക്കുകയും ചെയ്യും. ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകിയാൽ ആ ഉത്തരത്തിൽ നിന്ന് വീണ്ടും പുതിയ 5 or 6 ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ ഇവർക്ക് കഴിയും. പലപ്പോഴും ഇവരുടെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാനാവാതെ മുതിർന്നവർ പോലും ബുദ്ധിമുട്ടാറുണ്ട്. നിങ്ങളുടെ കുട്ടിയുടെ ഈ ചോദ്യം ചോദിക്കൽ ശീലത്തെ ഒരിക്കലും അടക്കി നിർത്തരുത്. കാരണം ഒരു വലിയ ശാസ്ത്രജ്ഞന്റെയോ വിചക്ഷണന്റെയോ ആദ്യകാല ലക്ഷണമാണിത്. നാലാമത്തെ ലക്ഷണത്തിലേക്ക് വന്നാൽ അത് അസാധാരണവും വിശദവുമായ ഓർമ്മശക്തിയാണ്. മനുഷ്യന്റെ തലച്ചോറിൽ വിവരങ്ങൾ സംഭരിച്ചു വയ്ക്കാനും ആവശ്യമുള്ളപ്പോൾ അത് തിരികെ ഓർത്തെടുക്കാനുമുള്ള ഒരു വലിയ ശേഷിയുണ്ട്. ഇത് പ്രതിഭാശാലികളായ കുട്ടികളിൽ അതീവ ശക്തിയായി പ്രവർത്തിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് അവർ ഒരിക്കൽ മാത്രം യാത്ര ചെയ്ത വഴി, പണ്ടെപ്പോഴോ കണ്ട ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ മുഖം, വീടിനുള്ളിൽ എവിടെയെങ്കിലും മാറ്റിവെച്ച ഒരു സാധനത്തിന്റെ സ്ഥാനം എന്നിവയൊക്കെ ഒട്ടും തെറ്റില്ലാതെ കൃത്യമായി ഓർത്തുവെക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. കേട്ട കഥകൾ അല്ലെങ്കിൽ കണ്ട സിനിമകൾ ഒരു തവണ മാത്രം അനുഭവിച്ചാൽ മതി, അത് അതേപടി വീണ്ടും തിരിച്ചു പറയാൻ ഇവർക്ക് സാധിക്കും. ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വായിച്ച പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇത്തരം കുട്ടികൾക്ക് വരാറില്ല. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചെറിയൊരു സംഭവം പോലും അതിലെ ചെറിയ ചെറിയ വിശദാംശങ്ങളോടെ ഇവർ എടുത്തു പറയുമ്പോൾ രക്ഷിതാക്കളും ബന്ധുക്കളും ഒരുപോലെ അത്ഭുതപ്പെട്ടു പോകും. സാധാരണ കുട്ടികൾ വിവരങ്ങൾ മറന്നുപോകുമ്പോൾ ഗിഫ്റ്റഡ് കുട്ടികൾ അവയെ തങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ലൈബ്രറി പോലെ ക്രമീകരിച്ചു സൂക്ഷിക്കുന്നു. ഈ മികച്ച ഓർമ്മശക്തി ഇവരുടെ ഭാവിയിലെ പഠനകാര്യങ്ങളിലും പ്രശ്നപരിഹാര ശേഷിയിലും വലിയൊരു അനുഗ്രഹമായി മാറാറുണ്ട്. അഞ്ചാമത്തെ ലക്ഷണം സങ്കീർണമായ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഇവരുടെ അപാരമായ കഴിവാണ്. കുട്ടികളുടെ തലച്ചോറിലെ യുക്തിചിന്താ കേന്ദ്രങ്ങൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. തങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കളിക്കുന്ന ലളിതമായ കളികൾക്ക് പകരം പ്രായത്തിൽ കവിഞ്ഞ ലെവലിലുള്ള അഡ്വാൻസ്ഡ് പസിലുകൾ, ബ്ലോക്കുകൾ, റൂബിക്സ് ക്യൂബ് എന്നിവ വളരെ എളുപ്പത്തിൽ ഇവർ കൂട്ടിയോജിപ്പിക്കുന്നത് കാണാം. കേടായ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങൾ കിട്ടിയാൽ അത് സ്വയം തുറന്നു പരിശോധിച്ച് അതിന്റെ പ്രശ്നം കണ്ടെത്തി നന്നാക്കാൻ ഇവർ പരിശ്രമിക്കും. അമൂർത്തമായ ചിന്താഗതി ഇവരിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു പ്രായോഗിക പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് സാധാരണക്കാർ ചിന്തിക്കാത്ത ഒന്നിലധികം ക്രിയേറ്റീവ് പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നു. ഉദാഹരണത്തിന്, തങ്ങൾക്കെത്താത്ത ഉയരത്തിലുള്ള ഒരു സാധനം എടുക്കണമെങ്കിൽ വെറുതെ കരഞ്ഞു നിലവിളിക്കാതെ കസേരകളോ പെട്ടികളോ കൃത്യമായ ക്രമത്തിൽ അടുക്കി വെച്ച് അതിൽ കയറി നിൽക്കുകയോ അല്ലെങ്കിൽ ലഭ്യമായ വടികളും മറ്റുപകരണങ്ങളും ഉപയോഗിച്ച് അതിൽ തട്ടിയെടുക്കുകയോ ചെയ്യുന്ന തരത്തിൽ സ്വയം യുക്തിപരമായ വഴികൾ ഇവർ കണ്ടെത്തുന്നു. സ്വന്തം പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ പരിഹാരം കണ്ടെത്താനുള്ള ഈ ആന്തരിക ശേഷി ഇവരെ മറ്റു കുട്ടികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. ആറാമത്തെ ലക്ഷണം അതീവ ഏകാഗ്രതയും ഹൈപ്പർ ഫോക്കസുമാണ്. സാധാരണയായി ചെറിയ കുട്ടികളിൽ ഏകാഗ്രത നിലനിൽക്കുന്ന സമയം വളരെ കുറവായിരിക്കും. അവർ പെട്ടെന്ന് ഒരു കാര്യത്തിൽ നിന്നും അടുത്ത കാര്യത്തിലേക്ക് ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ ഗിഫ്റ്റഡ് ആയ കുട്ടികൾ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ മുഴുകിയാൽ അവിടെ അത്ഭുതകരമായ ഏകാഗ്രതയാണ് പ്രകടിപ്പിക്കുന്നത്. അതായത് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം, അത് ചിത്രം വരയ്ക്കുന്നതോ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നതോ സങ്കീർണമായ കെട്ടിട മാതൃകകൾ നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രീയ പരീക്ഷണം നടത്തുന്നതോ എന്തുമാകാം, അതിൽ മണിക്കൂറുകളോളം മറ്റ് യാതൊരു ശ്രദ്ധ തെറ്റലുകളും ഇല്ലാതെ ഇവർ പൂർണ്ണമായി മുഴുകിയിരിക്കും.
ഈ സമയത്ത് ചുറ്റും വലിയ ശബ്ദങ്ങളോ കോലാഹലങ്ങളോ നടന്നാൽ പോലും, അല്ലെങ്കിൽ ആളുകൾ ഇവരുടെ പേര് വിളിച്ചാൽ പോലും ഇവർ അതറിയാറില്ല. ആ വിഷയത്തിൽ മാത്രം തങ്ങളുടെ മനസ്സും ചിന്തയും പൂർണ്ണമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക മാനസികാവസ്ഥയാണ് മനഃശാസ്ത്രത്തിൽ ഹൈപ്പർ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം ആരംഭിച്ചാൽ അത് പൂർണ്ണതയിൽ എത്തിക്കാതെ ഇവർ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാറില്ല. ഈ അസാധാരണ ഏകാഗ്രത ഇവരുടെ ഭാവി ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാനും ഏത് വിഷയത്തിലും ആഴത്തിലുള്ള അറിവ് നേടാനും ഇവരെ സഹായിക്കുന്നു. ഈ ഏഴാമത്തെ ലക്ഷണം കുറഞ്ഞ ഉറക്കവും അതിരറ്റ ഊർജ്ജസ്വലതയുമാണ്. ഇത് പലപ്പോഴും മാതാപിതാക്കളെ വലിയ രീതിയിൽ വലയ്ക്കുന്ന ഒരു ലക്ഷണമാണ്. ഇത്തരം കുട്ടികളുടെ മസ്തിഷ്കം എപ്പോഴും വളരെ സജീവമായിരിക്കുകയും നിരന്തരം പുതിയ ചിന്തകളെയും ആശയങ്ങളെയും ചോദ്യങ്ങളെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ ഇവരുടെ തലച്ചോറിന് മറ്റു കുട്ടികളെ പോലെ കൂടുതൽ വിശ്രമം അഥവാ ഉറക്കം ആവശ്യമായി വരാറില്ല. രാത്രി വൈകി ഉറങ്ങാൻ പോവുകയും എന്നാൽ രാവിലെ വളരെ നേരത്തെ ഉണരുകയും ചെയ്യുന്ന ഇവർ ഉണരുമ്പോൾ തന്നെ അല്പം പോലും ക്ഷീണമില്ലാതെ പൂർണ്ണ ഊർജ്ജസ്വലരായിരിക്കും. ഉണർന്നിരിക്കുന്ന സമയമത്രയും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും കാര്യങ്ങളിൽ നിരന്തരം മുഴുകിയിരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. ചുവരുകളിൽ വരയ്ക്കുക, സാധനങ്ങൾ അടുക്കി വയ്ക്കുക, വീടിനുള്ളിൽ ഓടി നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. പലപ്പോഴും രക്ഷിതാക്കളും അധ്യാപകരും ഇത് സാധാരണ ശ്രദ്ധക്കുറവിന്റെയോ കുസൃതിയുടെയോ ലക്ഷണമായി തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും സത്യത്തിൽ ഇത് ഇവരുടെ ഉയർന്ന മസ്തിഷ്ക പ്രവർത്തനത്തിന്റെ തെളിവാണ്. ഇവരുടെ ഈ വലിയ ഊർജത്തെ കായിക വിനോദങ്ങൾ, നീന്തൽ, ചെസ്സ് അല്ലെങ്കിൽ വായന പോലുള്ള ഉയർന്ന മാനസിക തലമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ അത്ഭുതകരമായ ഫലങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കും. എട്ടാമത്തെ ലക്ഷണം ആഴത്തിലുള്ള വൈകാരിക പക്വതയും ഉയർന്ന അനുഭൂതിയുമാണ്. ഗിഫ്റ്റഡായ കുട്ടികൾ കേവലം ബുദ്ധിശക്തിയിൽ മാത്രമല്ല മുന്നിൽ നിൽക്കുന്നത്, മറിച്ച് വൈകാരിക ബുദ്ധിയിലും ഇവർ സാധാരണക്കാരേക്കാൾ വളരെ മുന്നിലാണ്. ചുറ്റുമുള്ള മനുഷ്യരുടെ വിഷമങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും മനസ്സിലാക്കാനും അവരോട് ആത്മാർത്ഥമായ അനുഭൂതി പ്രകടിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഉദാഹരണത്തിന്, അമ്മയ്ക്ക് സങ്കടമോ ക്ഷീണമോ ഉണ്ടെന്ന് കണ്ടാൽ ഇവർ വന്ന് കെട്ടിപ്പിടിക്കുകയും അമ്മയ്ക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കുകയും ചെയ്യും. സിനിമയിലോ കഥയിലോ ഉള്ള കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം സംഭവിച്ചാൽ ഇവർ അത് സ്വന്തം കാര്യമായി എടുത്ത് അമിതമായി കരയുകയോ ആകുലപ്പെടുകയോ ചെയ്യുന്നത് കാണാം. പ്രകൃതിയോടും ചുറ്റുമുള്ള ജീവജാലങ്ങളോടും സസ്യങ്ങളോടും ഇവർക്ക് കടുത്ത സ്നേഹവും അനുകമ്പയും ഉണ്ടായിരിക്കും. ഒരു ചെറിയ ഉറുമ്പിനെ പോലും ഉപദ്രവിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞെന്നു വരികയില്ല. ഇതിനു പുറമെ സമൂഹത്തിലോ വീട്ടിലോ നടക്കുന്ന അനീതികളോ വിവേചനങ്ങളോ കള്ളങ്ങളോ കണ്ടാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അത് തുറന്നു ചോദിക്കാനുള്ള നീതിബോധവും ആർജവവും ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. ഇവരുടെ ഉയർന്ന വൈകാരിക തലത്തെ കൃത്യമായി മനസ്സിലാക്കി വേണം മാതാപിതാക്കൾ അവരോട് പെരുമാറാൻ. ഒൻപതാമത്തെ ലക്ഷണം അതിരുകളില്ലാത്ത ഭാവനാശേഷിയും വ്യത്യസ്തമായ ചിന്താരീതിയുമാണ്. പരമ്പരാഗത ചിന്താരീതികളിൽ നിന്നും തികച്ചും മാറി വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവ് ഇവരിൽ അപാരമായിരിക്കും. തങ്ങളുടെ മനസ്സിൽ വലിയൊരു സാങ്കല്പിക ലോകം തന്നെ പടുത്തുയർത്താൻ ഇവർക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ഇവർ തനിയെ സംസാരിക്കുന്ന സാങ്കല്പിക കൂട്ടുകാരെ സൃഷ്ടിക്കുക, തങ്ങളുടെ കളിക്കോപ്പുകൾ കൊണ്ട് അവ നിർമ്മിച്ച ഉദ്ദേശത്തിനല്ലാതെ മറ്റു വിചിത്രവും ക്രിയേറ്റീവുമായ രീതികളിൽ കളിക്കുക, നിമിഷനേരം കൊണ്ട് മനസ്സിൽ പുതിയ കഥകളും കഥാപാത്രങ്ങളും മെനഞ്ഞെടുക്കുക എന്നിവയൊക്കെ ഇവരുടെ സ്ഥിരം വിനോദങ്ങളാണ്. ഒരു സാധാരണ പേപ്പറോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഒരു പെട്ടിയോ കിട്ടിയാൽ പോലും അതിൽ നിന്നും വിസ്മയിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു നിർമ്മിച്ചെടുക്കാൻ ഇവരുടെ ക്രിയേറ്റീവ് തലച്ചോറിന് സാധിക്കും. വരയ്ക്കുന്ന ചിത്രങ്ങളിൽ പോലും സാധാരണ കുട്ടികൾ വരയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി വലിയ ആശയങ്ങളും സങ്കല്പങ്ങളും ഇവർ ഉൾപ്പെടുത്താറുണ്ട്. ഏതൊരു സാധാരണ വസ്തുവിനെയും അല്ലെങ്കിൽ സാഹചര്യത്തെയും വേറൊരു കോണിലൂടെ കാണാനും അതിൽ നിന്നും പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ഇവരുടെ ഭാവനാലോകത്തിന് കഴിയും. ഈ അപാരമായ ക്രിയേറ്റിവിറ്റിയാണ് ഭാവിയിൽ ഇവരെ മികച്ച എഴുത്തുകാരോ കലാകാരന്മാരോ ഡിസൈനർമാരോ ശാസ്ത്രജ്ഞന്മാരോ ആക്കി മാറ്റുന്നത്. പത്താമത്തെയും അവസാനത്തേതുമായ ലക്ഷണം മുതിർന്നവരുമായുള്ള സമ്പർക്കത്തോടുള്ള ഇവരുടെ പ്രത്യേക താല്പര്യമാണ്. തങ്ങളുടെ സ്വന്തം പ്രായത്തിലുള്ള കുട്ടികളുടെ കളികളും സംസാരങ്ങളും ചിന്തകളും തങ്ങളുടെ ബുദ്ധി നിലവാരത്തിന് അല്ലെങ്കിൽ ചിന്താശേഷിക്ക് അനുയോജ്യമല്ല എന്ന് ഇവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി സമപ്രായക്കാരായ കുട്ടികളുമായി കളിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയവും ഇവർ മുതിർന്നവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ ഗൗരവമുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കാനും അതിൽ തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാനും താല്പര്യം കാണിക്കുന്നു. വീട്ടിൽ അതിഥികൾ വരുമ്പോൾ മറ്റു കുട്ടികൾ കളിക്കാൻ ഓടുമ്പോൾ ഗിഫ്റ്റഡ് കുട്ടികൾ മുതിർന്നവരുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതായി കാണാം.
തങ്ങളെക്കാൾ പ്രായത്തിൽ മൂത്ത കുട്ടികളുമായോ അധ്യാപകരോടോ അല്ലെങ്കിൽ രക്ഷിതാക്കളോടോ ഗൗരവമുള്ള അറിവുകൾ പങ്കുവയ്ക്കാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. മുതിർന്നവരുടെ ആശയവിനിമയ ശൈലി വളരെ വേഗത്തിൽ ഉൾക്കൊള്ളാനും അതിലേക്ക് തങ്ങളുടെ യുക്തിപരമായ ചിന്തകൾ കൂട്ടിച്ചേർക്കാനും ഇവർക്ക് വലിയ കഴിവുണ്ടായിരിക്കും. ഇതുവരിലെ അറിവ് വർദ്ധിപ്പിക്കാനും മുതിർന്നവരെ പോലെ സങ്കീർണമായി ചിന്തിക്കാനും ഇവരെ കൂടുതൽ പ്രാപ്തരാക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കുട്ടി പ്രതിഭാശാലിയാണോ അഥവാ അപാരമായ ബുദ്ധിശക്തിയുള്ള കുഞ്ഞാണോ എന്ന് കാണിക്കുന്ന പ്രധാനപ്പെട്ട 10 ആദ്യകാല ലക്ഷണങ്ങളാണ് നമ്മൾ വളരെ വിശദമായി വിശകലനം ചെയ്തത്. നിങ്ങളുടെ മക്കളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കുട്ടികളിലോ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായി കാണുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഒരു കുട്ടി ഈ 10 ലക്ഷണങ്ങളും ഒരുപോലെ കാണിക്കണമെന്നില്ല. ഇതിൽ 4ഓ 5ഓ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ തന്നെ ആ കുട്ടി മാനസികമായും ചിന്താപരമായും വളരെ മുന്നിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത്തരത്തിലുള്ള കുട്ടികളെ ഒരു കാരണവശാലും അടിച്ചമർത്താനോ അവരുടെ ചോദ്യങ്ങളെ കളിയാക്കാനോ ശ്രമിക്കരുത്. പകരം അവരുടെ അറിവിനായുള്ള ദാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചോദ്യങ്ങൾക്ക് വളരെ ക്ഷമയോടെ ഉത്തരം നൽകുകയും ചെയ്യുക. അവർക്ക് വായിക്കാൻ നല്ല പുസ്തകങ്ങളും ചിന്തിക്കാൻ പുതിയ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഒരു പ്രതിഭാശാലിയായ കുട്ടിയെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് ഏതൊരു രക്ഷിതാവിൻ്റെയും വലിയൊരു ഉത്തരവാദിത്വമാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.